നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരം ബിജെപി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് സന്ദർശിച്ചു. പെരിങ്ങോട്ടുകര വാഗബോൺസ് നടത്തിയ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാലക്കാട് S3 ക്രിക്കറ്റ് അക്കാദമി വിജയികളായി. വിശദമായ വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. ഫെബ്രുവരി 21, 22, 23 ദിവസങ്ങളിലാണ് ഉത്സവം. ഉത്സവ ദിവസം വരെ ശാസ്ത്രീയ നൃത്തങ്ങൾ, ശാസ്ത്രീയ സംഗീതം, തിരുവാതിരക്കളി, ഓട്ടൻതുള്ളൽ, കഥകളി എന്നിവ അരങ്ങേറും. ഞായറാഴ്ച രാത്രി 7:30 കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്, തിങ്കളാഴ്ച തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്നീ നാടകങ്ങൾ അരങ്ങേറി. ചൊവ്വാഴ്ച 7:30 മജീഷ്യൻ മാനൂർ രാജേഷിന്റെ മെഗാ മാജിക് ഷോയും ബുധനാഴ്ച സിനിമാ താരം നസീർ സംക്രാന്തി നയിക്കുന്ന കൊച്ചിൻ സിൽവർ സ്റ്റാറിന്റെ മെഗാ ഷോയും ഉണ്ടാകും. വെള്ളാട്ടുത്സവത്തിന്റെ ഒന്നാം ദിവസമായ വെള്ളിയാഴ്ച തായമ്പക, പഞ്ചരത്ന കീർത്തനാലാപനം, സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് എഴുന്നള്ളിപ്പും വിഷ്ണുവായ ചരിത്രം ചാക്യാർ കൂത്തും നടക്കും. ശനിയാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം കോഴിക്കോട് മയൂര അക്കാദമിയുടെ നാട്യമായർപ്പണം, ഞായറാഴ്ച എഴുന്നള്ളിപ്പിന് ശേഷം സർവതോഭദ്രം കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന വിഷ്ണുമായ പുരാണം, കഥകളി, ദീപാരാധനയ്ക്ക് കേളി, കൊമ്പ്, നാദസ്വരം, തായമ്പക, മദ്ദളക്കേളി, അഷ്ടപതി എന്നിവയുണ്ടാകും. എഴുന്നള്ളിപ്പിന് കുറത്തിയാട്ടം, കാവടിയാട്ടം, മയൂര നൃത്തം, പഞ്ചവാദ്യം, പഞ്ചാരിമേളം എന്നിവ അകമ്പടിയാകും. ആവണങ്ങാട്ടിൽ കളരി വെള്ളാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികളിൽ തിങ്കളാഴ്ച രാവിലെ തൃപ്രയാർ അധീന കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അധീനിയൻസിന്റെ തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് ഓട്ടൻതുള്ളലും നടന്നു. മുമ്പിൽ ശ്രീ പാർവതിക്കും ശിവനുമിക നിറന്നോരു തെരുവുനായ റോഡിന് വട്ടം ചാടിയതോടെ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. തളിക്കുളം തമ്പാൻകടവ് മയൂർ വീട്ടിൽ ഷൺമുഖന്റെ മകൻ ആദിത്യനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11:30 നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ വരുമ്പോഴായിരുന്നു അപകടം. തെരുവുനായ പെട്ടെന്ന് റോഡിന് വട്ടം ചാടുകയായിരുന്നു. ഇടിച്ച ബൈക്ക് റോഡിൽ തെന്നി വീഴുകയുമായിരുന്നു. ആദിത്യന് കൈക്കും മുഖത്തും കാലിലുമാണ് പരിക്ക്. ബൈക്കിനും കേടുപാടുണ്ടായി. മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് വലപ്പാട് സ്വദേശിനി ഡോളി റിനോ പട്ടാലി.
കൃഷിരീതി പഠിച്ചു തുടങ്ങിയത്. അച്ഛന്മാരെക്കൂടെ കൃഷിയിലേക്ക് ആദ്യം ചെറുപ്പത്തിലേ തന്നെ ഞാൻ ഇറങ്ങി. അച്ഛന്മാരെ പിന്നാലെ ഇനി കൃഷി ചെയ്യുമ്പോൾ ഞാൻ നടന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. ആ കാലത്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മത്തൻ, കുമ്പളം എല്ലാം നടുമ്പോൾ അച്ഛന്മാരെ പിന്നാലെ അച്ഛന്മാരിൽ നിന്ന് കിട്ടിയ അറിവാണ് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകയായ ഡോളി റിനോയ്ക്ക് ഒരുക്കുമ്പോൾ അവിടെ പച്ചക്കറി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളല്ലാതെ എല്ലാത്തിലും വൈവിധ്യം കൊണ്ടുവരാനായിട്ട് ഡോളി ചേച്ചി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ചീരയാണെന്നുണ്ടെങ്കിലും അതിൽ വൈവിധ്യമുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും, അപ്പോൾ നമ്മളിപ്പോൾ റാഡിഷ് കൃഷി ചെയ്തു. റാഡിഷ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാ പച്ചക്കറി ഇനത്തിലും വൈവിധ്യമായിരുന്ന കാര്യങ്ങളാണ്. തുളസി തന്നെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഇനങ്ങളുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പം നമ്മളുടെ പഞ്ചായത്തിൽ നിന്നല്ല, പല സ്ഥലങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങളാണ് പലയിടത്തുനിന്നും തേടി പിടിച്ചിട്ട് കൃഷിയിടത്തിൽ എത്തിക്കാറുള്ളത്. കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ മുഖ്യാതിഥിയായി. ഡോളി റിനോ, റിനോ പട്ടാലി, സീതാലക്ഷ്മി, ശൈലജ നാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഡോളി ചേച്ചിയുടെ ഈ ഒരു കൃഷിയിടം ശരിക്കും ഒരു പോഷകത്തോട്ടം തന്നെയാണ് ചേച്ചി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചേച്ചിയുടെ ഈ ഒരു തോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ശീതകാല പച്ചക്കറികൾ കാണാം. കാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി, തക്കാളി, ചീര എന്നിവയാണ് വിളവെടുത്തത്. ഡോളി റിനോയുടെ കൃഷി മറ്റുള്ളവർ കണ്ടു പഠിക്കണമെന്നും ജൈവ പച്ചക്കറി ഓരോ വീട്ടിലും ഉണ്ടാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒരു വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം എന്ന ആശയം നടപ്പിലാക്കി വിഷമില്ലാത്ത ജൈവ പച്ചക്കറി കൃഷിയിലൂടെ സമൂഹത്തെ വാർത്തെടുക്കണമെന്നും ഡോളി റിനോ പറഞ്ഞു. ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും കൂടിയാണ് ഡോളി റിനോ തന്റെ കൃഷിയിലൂടെ സമൂഹത്തിന് കാണിച്ചു തരുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഞാൻ കൃഷി ചെയ്യാറ്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശീതകാല കൃഷിന് ബ്രക്കോളി, കാബേജ്, കോളിഫ്ലവർ, പിന്നെ 6 തരം ചീരകളുണ്ട്. കെയിൽ, പാലക്ക്, മയിൽപ്പീലി ചീര, പാൽച്ചീര, സുന്ദരിച്ചീര, അങ്ങനെ പലതരം ചീര, പിന്നെ ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട്. അന്തിക്കാട് KGML സ്കൂൾ അന്തിക്കാടിന്റെ 124 വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പ്രീ പ്രൈമറി ദിനവും യാത്രയയപ്പ് സമ്മേളനവും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക നിലവാരത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ KGMLP സ്കൂൾ പടുത്തുയർത്തിയ ഒരു മഹനീയമായ മാതൃക കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രത്തിന് ഏറ്റവും അഭിമാനകരമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ കുട്ടികളുടെ വല്ലാത്ത തിരക്കാണ്. ഈ സ്കൂളിൻ്റെ മുമ്പിലെ നിർമ്മിതികളൊക്കെ കാണാനും അതിലാടാനും പാടാനും സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് വരാനും ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഒരു കുട്ടിക്കാലം. 1-ാം ക്ലാസ്സിൽ ശാരദ ടീച്ചറുടെ ക്ലാസ്സിൽ 1-ാമത്തെ ബെഞ്ചിൽ 3-ാമത്തെ വിദ്യാർത്ഥിയായി എന്നെ കൊണ്ടിരുത്തി അന്തിക്കാട് നടവഴി അച്ഛൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ ഞാൻ വീട്ടിലെത്തി. അച്ഛനറിയാവുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പവഴി അറിയാവുന്ന ആളായിരുന്നു. പിന്നെ ഈ സ്കൂളിലേക്ക് എന്നെ ഒന്ന് കൊണ്ടിരുത്താൻ അച്ഛൻ പെട്ട പാടെന്താണെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, AEO PJ ബിജു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ ശരണ്യ രജീഷ്, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് VR ഷിലി ടീച്ചർ, OSA പ്രസിഡന്റ് TK മാധവൻ, PTA പ്രസിഡന്റ് അഖില രാഗേഷ്, വൈസ് പ്രസിഡന്റ് അന്തിക്കാട് സതീശൻ എന്നിവർ സംസാരിച്ചു.
മന്ത്രിയും MLA കൂടി ഫോട്ടോ അനാച്ഛാദനം നടത്തുന്നു. $3600 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തിയ അഭിനന്ദിനെ നെഹ്റു സ്റ്റഡി സെന്റർ അനുമോദിച്ചു. നോ ഫ്യുവൽ നോ പൊല്യൂഷൻ എന്ന ആപ്തവാക്യവുമായി തൃശൂർ മുതൽ ഡൽഹി വരെ 3600 കിലോമീറ്റർ 56 ദിവസം കൊണ്ടാണ് സൈക്കിളിൽ യാത്ര ചെയ്തത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ അഭിനന്ദിന്റെ വസതിയിലെത്തി അനുമോദിച്ചു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡ്രോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം നോ ഫ്യൂവൽ നോ പെട്രോൾ എന്ന ആപ്തവാക്യമായിട്ടാണ് നമ്മുടെ സാധാരണ സൈക്കിളിന്, ഇപ്പോൾ നമുക്കറിയാം ഹെർക്കുലീസ് ഒരു പണ്ടത്തൊക്കെ ബ്രാൻഡ് അങ്ങനെയാണ്, ഹീറോ അല്ലെങ്കിൽ ഹെർക്കുലീസ്. ഈ സൈക്കിളും നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഡൽഹി വരെ എത്തി, സൈക്കിളും എത്തി. അതായത് ഈ ആപ്തവാക്യം നോ ഫ്യൂവൽ നോ പൊല്യൂഷൻ അങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മറ്റു മേഖലകളിൽ ചെറുപ്പക്കാർ ശ്രദ്ധ വ്യാപിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അടുത്തു നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ ഡൽഹി വരെ സൈക്കിളും പോയി എന്ന് പറയുമ്പോൾ, ഇപ്പം നേരത്തെ രാമട്ട ചോദിച്ചു ഇത് ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ എന്നൊക്കെ, പക്ഷേ അത് അവരുടെ വിൽ പവറിലും അതൊരു വലിയൊരു വിൽ പവർ തന്നെയാണ്. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ബിനോയ് മേനോത്ത് പറമ്പിൽ, രാമൻ, സക്കീർ, ചെമ്മാപ്പള്ളി എന്നിവർ സംസാരിച്ചു. ചെമ്മാപ്പള്ളി അയ്യപ്പത്ത് ദാസൻ ഷിനി ദമ്പതികളുടെ ഇളയ മകനാണ് അഭിനന്ദ്. മൈസൂർ ടയോട്ട കമ്പനിയിലെ ടെക്നീഷ്യനാണ് അഭിനന്ദ്. യാത്ര ചെയ്യാൻ തീരുമാനിച്ച തന്നെ ഒരു 5-6 കൊല്ലം മുന്നാണ്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു തീരുമാനത്തിൽ എത്തിയത്. എനിക്ക് പോയി വരാൻ നല്ല രീതിയിൽ പോയി വരാൻ സാധിച്ചു. പിന്നെ നോ ഫ്യൂവൽ നോ പൊല്യൂഷൻ എന്ന സന്ദേശം കൊണ്ടാണ് ഞാൻ പോയത്. അത് ഡൽഹിക്ക് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് അവിടേക്ക് ഇതേ സൈക്കിളിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകാൻ ചിന്തിച്ചിരുന്നത്. അത് തന്നെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു. പിന്നെ അവിടെ പൊല്യൂഷൻ കൂടുതലുണ്ട്, എല്ലാവരും ഈ സൈക്കിളിലേക്ക് വരാൻ, ഈ വാഹനങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക ആണ് എൻ്റെ ഒരു സന്ദേശം. തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. മുൻ MP TN പ്രതാപൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ MA ആശ, ഹൈസ്കൂൾ വിഭാഗം ഹെഡ് മിസ്ട്രസ് അബ്സത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കല, PTA പ്രസിഡന്റ് MS സജീഷ്, MPTA പ്രസിഡന്റ് CK ആശ, MV രജീഷ്, സജീവൻ കരുവത്ത്, പ്രിൻസിപ്പാൾ PP ഷിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. എന്തായാലും എന്തൊക്കെ ചർച്ച ചെയ്താലും സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സർക്കാരിനുണ്ടെങ്കിൽ പോലും നമുക്ക് എത്താവുന്ന എല്ലാവിധ നൂലുകൾ ശേഖരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിദ്യാഭ്യാസ രംഗത്താണ് ഈ കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റ് കേരള ബഡ്ജറ്റിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷകരമായ അനുഭവമാണ്. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഏകദേശം 30 പഞ്ചായത്തുകളിലും നമ്മുടെ കുട്ടികൾക്ക് ഏത് രീതിയിൽ പഠിച്ചു മുന്നേറാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാ മേഖലയിലും നമ്മൾ നടത്തിയത്, എല്ലാ സ്ഥലത്തും. ചന്ദ്രാപ്പന ഈസ്റ്റ് PMMUP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ PA ഷമീർ, പ്രധാന അധ്യാപിക VB ഷൈമ, സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, സ്കൂൾ മാനേജർ ബിബിൻ പവിത്രൻ, മാതൃസംഗമം പ്രസിഡന്റ് ബാസിമ റിയാസ്, പൂർവ്വ വിദ്യാർത്ഥികളായ സബീഷ് ബാലൻ, PB ഹരി, വിനോദ് എടതിരിഞ്ഞി, അഡ്വക്കേറ്റ് മോഹൻദാസ് പാറയിൽ, PTA അംഗങ്ങളായ ആതിര റോയ്, വിജി പ്രദീപ്, അധ്യാപകരായ ഷിജി, ലിജു, ലാൻഡി എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരായ കാർത്തികേയൻ, ശശീന്ദ്രബാബു, ബീന പവിത്രൻ, സുമയ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അക്ഷരജ്ഞാനം അറിവിന്റെ ലോകത്തിലേക്കുള്ള വഴി തുറക്കാൻ ഈ സ്ഥാപനം വലിയ പങ്കാണ് വഹിച്ചിട്ടുണ്ടാവുക എന്നെല്ലാവർക്കും അറിയാം. ഒരു സ്ഥാപനം വരുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം വരുമ്പോൾ അതുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ സമസ്തമായിട്ടുള്ള പുരോഗതിക്ക് നിദാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ പുരോഗതിയാണ്. നാം പലപ്പോഴും പല കാര്യങ്ങളും ഉയർന്നതാണെന്ന് പറയാറുണ്ട് അല്ലെ? ആരോഗ്യ രംഗത്ത് ഉയർന്ന ഇതാണ്, സാമാന്യമായിട്ടുള്ള
പൊതുവിതരണ സമ്പ്രദായത്തിൽ നമ്മൾ ഉയർന്നതാണ്. ചന്ദ്രാപ്പനി പെരുമ്പടപ്പ SRV UP സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക PP രാജിക്ക് യാത്രയയപ്പും നൽകി. ET ഡയസൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹായിക്കാൻ ജനപ്രതിനിധികൾ ഉണ്ടാവണം. PT MPT പൂർവ്വ വിദ്യാർത്ഥികളുടെ നല്ല സ്ട്രോങ് ആയ പിന്തുണ ഉണ്ടാകണം. അതെല്ലാം ഇണങ്ങിയിട്ടുള്ള സ്കൂൾ ആണ് ശിവരാമവിലാസം UP സ്കൂൾ എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കങ്ങനെ ഇനിയും നന്നായി പോകണം. നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ പറന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. എല്ലാവരും അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി അവർ റെഡിയായി നിൽക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ പ്രക്രിയ നന്നായി ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങൾ ഇനിയും മാറേണ്ടതുണ്ട് അല്ലേ? 2035 നമ്മുടെ സാധാരണ ബുദ്ധിയേക്കാൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AI കടന്നു വരുമെന്നാണ്. നമ്മുടെ ബുദ്ധി പിന്നിലാവുമെന്നാണ്. നമ്മുടെ ബുദ്ധി പിന്നിലായാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിഞ്ഞുകൂടാട്ടാ. അത് നന്മയാകുമോ അല്ലെ കുഴപ്പമാകുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ തൊട്ടടുത്ത ഒരു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. പെരുമടപ്പ സെയിന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ മുഖ്യാതിഥിയായി. മാനേജ്മെന്റ് പ്രതിനിധി പ്രഭിത സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി KR മീര റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാനാധ്യാപിക VV ആശ, PTA പ്രസിഡന്റ് MK ഫൈസൽ, MPTA പ്രസിഡന്റ് ഷംലത്ത് ഷാനവാസ്, SNG കൺവീനർ രവീന്ദ്രൻ ഉള്ളാട്ടിൽ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ രാജ്കുമാർ പൊച്ചക്കാട്ട്, സ്റ്റാഫ് സെക്രട്ടറി മീര, അധ്യാപിക VA ജമീറ, ജ്യോതിബാസ് തേവർക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ. ആസ്റ്റർ ഫീനിക്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സെന്റർ ചെറ്റുവ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് തീരദേശത്തെ ഏറ്റവും വലുതും ആധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച അടിയന്തര ചികിത്സാ വിഭാഗം. എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റിന്റെ സേവനം 24 മണിക്കൂറും. റോഡ് അപകടങ്ങൾ, വീടുകളിലും തൊഴിലിടങ്ങളിലും സംഭവിക്കുന്ന വീഴ്ചകൾ, കുഴഞ്ഞുവീഴൽ, തീപ്പൊള്ളൽ, മുറിവുകൾ, ഒടിവുകൾ, ചതവുകൾ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ, ഹൃദ്രോഗ ലക്ഷണങ്ങൾ, വയറുവേദന, മൂത്രത്തടസ്സം, തളർച്ച, സോഡിയം കുറയൽ, പക്ഷാഘാത ലക്ഷണങ്ങൾ, മെഡിക്കൽ ICU, കാത്ത് ലാബ്, കാർഡിയാക് ICU, ഓർത്തോ ICU, വെന്റിലേറ്റർ, CT സ്കാൻ, എക്കോ, ECG, എക്സ്റേ, ലബോറട്ടറി. എല്ലാ ദിവസവും 24 മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ലേബർ റൂം കോംപ്ലക്സ് എന്നിവയുടെ പ്രവർത്തനവും ഫീനിക്സ് മെഡിസിറ്റിയിൽ ലഭ്യമാണ്. ഫോൺ 0487 229 4444 9747 215 850. വീണ്ടും വാർത്തകളിലേക്ക്. നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരം BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് സന്ദർശിച്ചു. നിരവധി ബസ്സുകൾ എത്തിയിരുന്ന ബസ് സ്റ്റാൻഡിൽ ദിവസം പ്രതി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് എത്തുന്നത്. LDF MLAമാർ 8 കോടി രൂപ വകയിരുത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന് തുടങ്ങുമെന്നോ എന്ന് പൂർത്തീകരിക്കുമെന്നോ പറയാൻ ഇവർക്കാകുന്നില്ല. യാത്രക്കാരെ ദുരിതത്തിലാക്കിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കി.
പഞ്ചായത്ത് ഭരണകൂടവും MLA ഓഫീസും തമ്മിൽ ഏകോപനമില്ലാത്തതാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിന് കാരണമാകുന്നതെന്നും ജസ്റ്റിൻ ജേക്കബ് ചൂണ്ടിക്കാട്ടി. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ BJP സമരരംഗത്തിറങ്ങുമെന്നും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി മാണി, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരുപ്പിൽ, TG രതീഷ്, EP ഹരീഷ് മാസ്റ്റർ, NS ഉണ്ണിമോൻ, രശ്മി ഷിജോ, നിഷ പ്രവീൺ, ഷാജി ആലുങ്ങൽ, ഭഗിനി സുനിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV സെന്തിൽകുമാർ, PT ശ്രീകുട്ടൻ, ഗ്രീഷ്മ സുഖിലേഷ്, AK സിദ്ധാർത്ഥൻ എന്നിവരും ജില്ലാ പ്രസിഡന്റിനൊപ്പം ബസ് സ്റ്റാൻഡ് പരിസരം സന്ദർശിച്ചു. 8 കോടി രൂപ ഗീതാ ഗോപി MLAയും CC മുകുന്ദൻ MLAയും ചേർന്ന് ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി 8 കോടി രൂപ അനുവദിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ആ തുക ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സാഹചര്യം, ഭരണാനുമതി നൽകുവാൻ വൈകുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മാത്രമാണ്. വാടാനപ്പള്ളി കുറുക്കംപരിയ പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, മധ്യാഹ്ന പൂജ, തുടർന്ന് മുത്തപ്പന കളവും നടത്തി. വൈകിട്ട് ദീപാരാധന, താഴപൂജ, ഗുരുപൂജ, വിഷ്ണുമൈക്ക രൂപകളം, കരിങ്കുട്ടിക്കളം എന്നിവയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനം, നവകം, പഞ്ചഗവ്യം, ശീവേലി, പ്രസാദ ഊട്ടും തുടർന്ന് ദേവീ കളവും നടത്തി. ചടങ്ങുകൾക്ക് തന്ത്രി NV ബൈജുരാജ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ആനയോടുകൂടിയ എഴുന്നള്ളിപ്പ്, ദീപാരാധന, തുടർന്ന് താലപ്പൊടിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, വർണ്ണമഴ, ദേവിക്ക് രൂപകളം, ഗുരുതി സമാപനം എന്നിവയാണ് ചടങ്ങുകൾ. സംസ്ഥാനത്തെ മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള പുരസ്കാരത്തിന് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VC അർഹനായി. ഹോമിയോപ്പതി ചികിത്സാ രംഗത്തെ മികവാർന്ന സേവനത്തിനും ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം പൊതുജനാരോഗ്യ മേഖലയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയതിനുമാണ് പുരസ്കാരം. ആയുഷ് കേരള ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പാലക്കാട് വച്ച് നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പുരസ്കാരം സമർപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടെ ഹോമിയോപ്പതി ആശുപത്രിയിലെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രികളൊന്നായി ഉയർത്താൻ ഡോക്ടർ കിരൺ VCയുടെ നേതൃത്വത്തിൽ സാധിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയ്ക്ക് പുറമെ ഏതു പ്രായക്കാർക്കുമുള്ള അലർജി, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, വൈറസ് രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയവയായി ദിവസേന 100-ലധികം പേർക്ക് ഡിസ്പെൻസറിയിൽ നിന്നും ചികിത്സ നൽകുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വൃദ്ധജന പരിപാലനം ഹോമിയോപ്പതിയിലൂടെ സ്പെഷ്യൽ പ്രൊജക്ട് സംസ്ഥാന ശ്രദ്ധ നേടിയിരുന്നു. സ്ത്രീ പുരുഷ വന്ധ്യതാ ചികിത്സയ്ക്കായും അനേകം പേർ തളിക്കുളം ഹോമിയോപ്പതി ആശുപത്രിയെ ആശ്രയിക്കുന്നു. CA പാസായ ശ്രീലക്ഷ്മിയെ പ്രവാസി ഫെഡറേഷൻ നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. കഴിമ്പ്രം പാലപ്പടി പടിഞ്ഞാറേപ്പുരയ്ക്കൽ വിശ്വനാഥൻ മകൾ ശ്രീലക്ഷ്മിയെ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും കയ്പമംഗലം MLAയുമായ ടി ടൈസൺ മാസ്റ്ററും CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപും ചേർന്ന് ആദരിച്ചു. പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും നാട്ടിക മണ്ഡലം പ്രസിഡന്റുമായ പ്രകാശ് കാരാട്ടുപറമ്പിൽ, പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മഹേന്ദ്ര എന്നിവർ സംസാരിച്ചു. CA പഠിച്ചിട്ടുള്ള ഒരാൾ സാധാരണ നല്ല ബുദ്ധിമുട്ടുണ്ട് പാസ്സാകാൻ. മാത്രമല്ല ഡിഗ്രിയും അതുമായി ബന്ധപ്പെട്ട് നല്ലവണ്ണം ശ്രമിച്ചാൽ മാത്രം കിട്ടുന്നതാണ്. ഇവിടെയാണെങ്കിൽ ശ്രീലക്ഷ്മി ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് ഈ CA എടുക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ നല്ല ബുദ്ധിയുള്ള അല്ലേ അങ്ങനെയൊക്കെ പറയേണ്ട തരത്തിലാണ്. പുതുതലമുറയിലെ കുട്ടികൾ ഉറപ്പായും നല്ല അർത്ഥത്തിൽ മുമ്പോട്ട് വരുന്നുണ്ട് ഈ പഠനത്തിൽ. പെരിഞ്ഞനം വെസ്റ്റ് കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പ്രസന്നൻ അടികൾ,
ക്ഷേത്രം മേൽശാന്തി സുബീഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് KR ആര്യമാവ്, സെക്രട്ടറി KK സുരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി KP അജിത്ത്, യുവ കൺവീനർ സുശീലൻ അച്യുതൻ, രക്ഷാധികാരി KB പാർത്തൻ എന്നിവർ നേതൃത്വം നൽകി. നാഗങ്ങൾക്ക് വിശേഷാൽ പൂജകൾ, പാലന്നൂറും, വൈകിട്ട് 4-ന് നാഗദൈവങ്ങൾക്ക് കളമെഴുത്തും പാട്ടും, രാത്രി 7:30-ന് ഫ്യൂഷൻ ഗാനമേള എന്നിവ നടന്നു. ഫെബ്രുവരി 18-ന് രാവിലെ മുത്തപ്പന്മാർക്കും വിഷ്ണുമായ സ്വാമിക്കും വീരഭദ്ര ഖണ്ഡാകർണ സ്വാമികൾക്കും കലശാഭിഷേകം, 11 മണിക്ക് മുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും, 4 മണിക്ക് വീരഭദ്ര ഖണ്ഡാകർണ സ്വാമികൾക്കും കളമെഴുത്തും പാട്ടും, രാത്രി 7:30-ന് കലാസന്ധ്യ, ഫെബ്രുവരി 19-ന് രാത്രി 7:30-ന് തിരുവാതിരക്കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും, രാത്രി 10-ന് ദേവിക്ക് കളമെഴുത്ത് പാട്ടും, ഫെബ്രുവരി 20-ന് രാവിലെ ഭുവനേശ്വരി ദേവിക്കും രക്ഷസിനും പൂമൂടൽ, രാത്രി 7:30-ന് ഫ്യൂഷൻ ശിങ്കാരിമേളം, ഉത്സവ ദിവസമായ ഫെബ്രുവരി 21-ന് രാവിലെ 8-ന് ശീവേലി, വൈകിട്ട് 4-ന് പകൽപൂരം, തുടർന്ന് വർണ്ണമഴ, രാത്രി തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ എള്ള് കൃഷി ഇറക്കി. മുൻ കൃഷിമന്ത്രിയും കാർഷിക സംസ്കൃതിയുടെ ചെയർമാനുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷനായി. CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ, MR മോഹനൻ, അരവിന്ദാക്ഷൻ മാഷ്, ജെന്നി ടീച്ചർ, ശോഭിക രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൃഷി വിപുലപ്പെടുത്തുക, കർഷകരെ സഹായിക്കുക, കൃഷിയെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അഭിരുചി വളർത്തിയെടുക്കുക, ഇങ്ങനെ ഒട്ടനവധി ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃഷിക്കാർ പലയിടങ്ങളിലും ഇതിനെ സഹകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളിലും കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ഏറ്റവും മികച്ച ഒരു കർഷകയാണ് ശോഭ ചേച്ചി. അഖില കേരള ബൊക്ക ജൂനിയേഴ്സ് ടൂർണമെന്റ് ഫിക്സ്ചർ ഫൈനൽ മത്സരത്തിൽ ബ്ലൂ മൂൺ സ്പോർട്ടിംഗ് FCയെ ഏകപക്ഷീയമായ 1 ഗോളിന് പ്ലേബോയ്സ് കുട്ടനെല്ലൂർ പരാജയപ്പെടുത്തി. സംഘാടക സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷനായി. സമാപന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് സമ്മാന വിതരണോദ്ഘാടനം നിർവഹിച്ചു. 1-ാം സ്ഥാനം നേടിയവർക്കുള്ള മനപ്പള്ളി ശേഖരൻ സരളയുടെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ ട്രോഫി വിജയികൾക്ക് സമ്മാനിച്ചു. PR സിദ്ധാർത്ഥ ശങ്കർ, MS സുധീർ, കൺവീനർ KK ഭരതൻ, കിഷോർ വാഴപ്പള്ളി, ബിജോയ് PS, മണികണ്ഠൻ KS, രാധാകൃഷ്ണൻ KS, BK മണിലാൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഗ്രൗണ്ടിൽ ബന്ധപ്പെടാനും നമ്മുടെ ഇതിൻ്റെ സംഘടക സമിതിയായിട്ട് ബന്ധപ്പെടാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാലം മുമ്പ് നമ്മുടെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ക്ലബിൻ്റെ ഭാരവാഹികൾ ചില കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് നമ്മുടെ സർക്കാരിൻ്റെ ദീർഘകാലം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, കാരമുക്ക് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, CPM ഏരിയ കമ്മിറ്റി അംഗം, ട്രേഡ് യൂണിയൻ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച VK സഹജന്റെ 7-ാം വാർഷിക ഓർമ്മദിനം ആചരിച്ചു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, CK വിജയൻ, TI ചാക്കോ, KV ഡേവിസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ സെക്രട്ടറി VV പ്രഭാത്, VV സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB സുധ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭഗീഷ് പൂരാടൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. പ്രൊഫസർ MV മധു പദ്ധതി വിശദീകരിച്ചു. ബലപ്പാട്, നാട്ടിക, തളിക്കുളം, വടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ കില RPമാർ, കമ്മ്യൂണിറ്റി അംബാസിഡർമാർ, കോർഡിനേറ്റർ അജീഷ്, തിമാറ്റിക് എക്സ്പേർട്ട് നിഖില നന, ജോയിന്റ് BDO ലത എന്നിവർ സംസാരിച്ചു. ഇടവേള.
ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ രാധേട്ടൻ മെമ്മോറിയൽ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാലക്കാട് S3 ക്രിക്കറ്റ് അക്കാദമി വിജയികളായി. പെരിങ്ങോട്ടുകര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി നടത്തിയ രാധേട്ടൻ മെമ്മോറിയൽ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാലക്കാട് S3 ക്രിക്കറ്റ് അക്കാദമി വിജയികളായി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ വൈറ്റില ക്രിക്കറ്റ് ക്ലബിനെ 3 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ആസ ഗ്രൂപ്പ് ചെയർമാനും ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സിന്റെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറുമായ CP സാലിഹ് സമ്മാനദാനം നിർവഹിച്ചു. വിജയികളായ S3 ക്രിക്കറ്റ് അക്കാദമിക്കും 2ാം സ്ഥാനക്കാരായ വൈറ്റില ക്രിക്കറ്റ് ക്ലബിനും ട്രോഫികൾ സമ്മാനിച്ചു. VB മാൾ MD കൃഷ്ണൻ കാനാടി വിജയികൾക്ക് 33,333 രൂപയുടെയും 2ാം സ്ഥാനക്കാർക്ക് 22,222 രൂപയുടെയും ചെക്ക് സമ്മാനിച്ചു. ടൂർണമെന്റിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി S3 അക്കാദമിയിലെ സാത്വിക് S നായരും അർഹനായി. പ്ലെയർക്കുള്ള ട്രോഫി തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോളും 5,000 രൂപയുടെ ചെക്ക് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ലിയോ വിൻസെന്റും സമ്മാനിച്ചു. മാൻ ഓഫ് ദി ഫൈനലായി അമൽ കൃഷ്ണയെയും ബെസ്റ്റ് വിക്കറ്റ് കീപ്പറായി അശ്വിൻ ആറിനെയും ബെസ്റ്റ് ഫീൽഡറായി അശ്വിൻ രാജിനെയും ബെസ്റ്റ് ബൗളറായി വിഹാളിനെയും ബെസ്റ്റ് ബാറ്ററായി നിരഞ്ജനെയും തിരഞ്ഞെടുത്തു. സമാപന ചടങ്ങിന് VCA സെക്രട്ടറി മനോജ് AS അധ്യക്ഷത വഹിച്ചു. VCA പ്രസിഡന്റ് ഡോക്ടർ ശിവപ്രസാദ്, VCA രക്ഷാധികാരികളായ മുഹമ്മദ് അലി, ജയശ്രീ രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് മെമ്പർ ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. ജനുവരി 30 തുടങ്ങിയ മത്സരങ്ങളിൽ 16 ടീമുകൾ പങ്കെടുത്തു. ഈ മക്കൾക്ക് പ്രോത്സാഹനം നൽകുക, അത് ഇവിടെ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കുട്ടികളിലെ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് ആക്ടിവിറ്റി വളർത്തിയെടുക്കുവാനുള്ള ഈ സന്നദ്ധത പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ, ഇതിൻ്റെ എല്ലാ നാട്ടുകാരോടും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോർട്ടൊക്കെ കളിക്കാനുള്ളതും കളിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വിഷയമായിട്ട് നമ്മുടെ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ മഹാത്മാഗാന്ധി കുടുംബ സംഗമം KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ BT ബൽറാം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കഴിയുന്നു എന്ന് കാണുമ്പോൾ നല്ല സന്തോഷമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദേവമാഷ് പറഞ്ഞു മണലൂർ പഞ്ചായത്ത് വാടാനപ്പള്ളി പഞ്ചായത്തിൽ ആദ്യത്തെയാണ്. ഏതായാലും എല്ലാ വാർഡിലും ഇതുപോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഒരു വീട്ടുമുറ്റത്ത് ഒരു തണലിൽ ഒരുമിച്ച് ഇരിക്കുക എന്ന് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആളുകളുടെ മുഖവും വസ്ത്രധാരണ രീതിയും പിന്നെ കുറേ ആളുകളായിട്ടുള്ള നേരിട്ട് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ നാട്ടിൽ എന്തെല്ലാം വ്യത്യസ്തതകളുണ്ടോ അതൊക്കെ ഇവിടെയുണ്ട്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട, വ്യത്യസ്ത മതവിശ്വാസം വെച്ച് പുലർത്തുന്ന, വ്യത്യസ്ത സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരു വീട്ടുമുറ്റത്ത് ഒരുമിച്ചിരിക്കുന്നുണ്ട് എന്നതിൻ്റെ കാരണം എന്താ? ഇത് കോൺഗ്രസിൻ്റെ ഒരു വേദിയാണ്. നമ്മളെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്
കോൺഗ്രസ് എന്നുള്ള ഒരു വികാരമാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രംഗനാഥൻ പതാക ഉയർത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബൂത്ത് പ്രസിഡന്റ് പീതാംബരൻ വാലത്ത, വാർഡ് പ്രസിഡന്റ് അമീർ ഷാ തുടങ്ങിയവർ സംസാരിച്ചു. 2022 വർഷത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ സംസ്ഥാന അവാർഡും 2024 നാഷണൽ അവാർഡും കരസ്ഥമാക്കിയ PS കാളിന്തി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജലഛായ ചിത്രം വരയിൽ A ഗ്രേഡ് നേടിയ വലപ്പാട് ഗവൺമെന്റ് സ്കൂളിലെ KM അഭിനവ്, ഹരിതകർമ്മസേന അംഗം പ്രേമു കൊച്ചുമോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ABJ മൂവീസ് P ഭാസ്കരൻ മെമ്മോറിയൽ ഓൺലൈൻ മ്യൂസിക് ആൽബം ഫെസ്റ്റിവലിൽ പീതാംബരൻ രാരംഭത്തിന്റെ 14ാമത് മ്യൂസിക്കൽ ആൽബമായ മകരപ്രഭ എന്ന ആൽബത്തിന്റെ ഗാനരചനയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. അടുത്ത മാസം തൃശൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. വലപ്പാട് ശ്രീകാളി ചാത്തൻ മലങ്കുറത്തി പുളിയംപുള്ളി നമ്പൂതിരി മഠത്തിൽ ബ്രഹ്മവെള്ളാട്ടും തിറമഹോത്സവവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, ഉച്ചയ്ക്ക് ശക്തിപൂജ, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നടക്കൽ പറയെടുപ്പ്, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, രാത്രി തായമ്പക, തുടർന്ന് ചെണ്ടമേളം, നാദസ്വരം, തിറയാട്ടം, കാവടിയാട്ടം, തിറ, പാന, ചാട്ടം, തെയ്യം, രാമായണ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. മലങ്കുറവനും കുറത്തിക്കും കളം, തോറ്റംപാട്ടും, മലയോര ദേവതകൾക്ക് കളമെഴുതി തോറ്റംപാട്ടും, മലനായാടി മുത്തപ്പന് രൂപക്കളവും കഴിഞ്ഞതോടെ ഉത്സവത്തിന് സമാപനമായി. മഠാധിപതി KC സുനിൽ മുഖ്യ കാർമ്മികനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ ഐഷാബി ജബ്ബാർ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, അംഗങ്ങളായ KK സന്തോഷ്, സുരേഷ് യാനി, ഗ്രീഷ്മ സുഖിലേഷ്, നിഖിത P രാധാകൃഷ്ണൻ, PV സെന്തിൽകുമാർ, സൂപ്രണ്ട് ആനന്ദൻ എന്നിവരും ആസൂത്രണ സമിതി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു.
വിവിധ മേഖലയിൽ നിന്നും 200ഓളം പേർ സെമിനാറിൽ പങ്കെടുത്തു. നമ്മുടെ ഗ്രാമസഭകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്നിച്ചു കൂടുക. അല്ല, ഏറ്റവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. നമുക്കറിയാം, ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത് മുതൽ ജനങ്ങളും ജനപ്രതിനിധികളുമായി ഒരുപാട് സംഭവത്തിലാണ്. അതാത് ഗ്രാമങ്ങളിൽ ലഭിക്കുന്ന അനുമതികളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ലഭിക്കേണ്ടത്, ചില ചർച്ചകൾ അതിരൂക്ഷമായ രീതിയിലേക്ക് ഉയർന്നു വരുന്ന സാധ്യത കൂടി അവസരം. അപ്പോൾ ഇതരത്തുള്ളത് നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ UDF ജനപ്രതിനിധികൾ ബഹിഷ്കരിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് ഭരണസമിതി BJPയെ കൂട്ടുപിടിച്ച് പദ്ധതി വിഹിതം ഇരുകൂട്ടരും പങ്കിട്ടെടുക്കുകയാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ടവർക്ക് ഭരണം നിലനിർത്താനുള്ള CPM ചെപ്പടി വിദ്യകളാണ് BJPയുമായി ചേർന്ന് നടക്കുന്നതെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. UDF അംഗങ്ങളായ നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, P. വിനു, റസീന ഖാലിദ്, CS മണികണ്ഠൻ, KR ദാസൻ എന്നിവരാണ് വികസന സെമിനാർ ബഹിഷ്കരിച്ചത്. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ നടതുറക്കലിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രത്തിലെ നടതുറപ്പ് ദിവസം രാവിലെ നിർമാല്യ ദർശനം, ഗണപതി ഹവനം, പൂജകൾ, തുടർന്ന് പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, പറ നിറയ്ക്കൽ, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രമേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PS ഗണേശൻ, സെക്രട്ടറി PS കിഷോർ, ട്രഷറർ PS കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് 25 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ ലക്ഷ്മി അംഗനവാടി നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KA തപതി, ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ KK പ്രഹർഷൻ, EP അജയ് ഘോഷ്, രശ്മി ഷിജോ, സിജി സുരേഷ്, അജ്മൽ ഷെരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, അനിത ത്രിദീപ് കുമാർ, ഫാത്തിമ സലീം, CDPO ശുഭ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ, ICDS സൂപ്പർവൈസർ ജസീറ എന്നിവർ സംസാരിച്ചു. അങ്കണവാടിക്കായി സ്ഥലം വിട്ടു നൽകിയ വാഴപ്പുള്ളി പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പദ്ധതികൾ കളക്ടറേറ്റ് പോയി കളക്ടറെ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് അംഗനവാടി പണിയാനുള്ള ആവശ്യമായ സഹായം ലഭിക്കുന്നത്. അതുപ്രകാരം നമ്മുടെ 9 പഞ്ചായത്തുകളുടെയും പ്രഖ്യാപിച്ച നയം അല്ലെ പ്രഖ്യാപിച്ച ആവശ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് നിങ്ങളുടെ അംഗനവാടിയുടെ തുടക്കം മുതൽ തന്നെ കല്ലിടാൻ വരേണ്ട ഈ അന്ന് ഞാൻ പറഞ്ഞത് ഇതന്നെയാണ് നമ്മുടെ ഏറ്റവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ നമ്മുടെ അംഗനവാടിയിൽ ചേർത്ത് ഇപ്പോൾ പുതിയ ഹൈടെക് അംഗനവാടികളാണ്, പഴയ കാലത്തുള്ള അംഗനവാടികളല്ല. കുട്ടികളെ പറഞ്ഞയക്കാനും അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഉയർന്ന ഭക്ഷണം നമ്മുടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി.
നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരം BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് സന്ദർശിച്ചു. പെരിങ്ങോട്ടുകര വാഗബോൺസ് നടത്തിയ ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാലക്കാട് S3 ക്രിക്കറ്റ് അക്കാദമി വിജയികളായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.